കരിയറിൽ മുന്നേറുവാൻ വനിതകളെ പ്രാപ്തരാക്കുന്ന പ്രൊഫഷണൽ ഫിനിഷിംഗ് സ്കൂൾ. An initiative of Kerala State Women's Development Corporation. റീച്ച് എത്തു സ്വപ്നങ്ങൾക്കുമപ്പുറം. നമസ്കാരം. നമസ്കാരം. ഇന്നിപ്പോൾ കുക്കിംഗ് ഗ്യാസ് ഇല്ലാത്ത വീടില്ല എന്ന് തന്നെ പറയാം. കുക്കിംഗ് ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ഒരു സ്ത്രീ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുക്കിംഗ് ഗ്യാസ് എന്താണെന്ന് നമ്മൾ ആദ്യമായിട്ടൊന്ന് പറയണം. എന്താണ് നമ്മൾ കുക്കിംഗ് ഗ്യാസിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥമായി നമ്മൾ LPG എന്നാണ് പറയുന്നത്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പോൾ ഈ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ഓഫ് പ്രൊപ്പൈൻ ആൻഡ് ബ്യൂട്ടൈൻ, രണ്ട് ഘടകങ്ങൾ ചേർന്ന ഇതാണ്. അങ്ങനെയാണ് നമ്മൾ LPG എന്ന ഒരു വാതകം കിട്ടുന്നത്. LPG സാധാരണയായി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അത് ലിക്വിഡ് ഫോമിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഗാഷ്യസ് ഫോമിലുമാണ് വരുന്നത്. അപ്പോൾ ഒരു ഡെലിവറി ബോയ്, ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് നിന്ന് ഒരു ഡെലിവറി ബോയ് ഒരു സിലിണ്ടർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യമായി ഒരു വീട്ടമ്മ പറയേണ്ടത് അത് കൊണ്ടുവന്നതിന് ശേഷം അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്യാപ്പ്, അതിൻ്റെ സേഫ്റ്റി ക്യാപ്പുണ്ട്, സേഫ്റ്റി ക്യാപ്പ് തുറന്നതിന് ശേഷം റെഗുലേറ്റർ, അതിനകത്ത് പ്രഷർ റെഗുലേറ്റർ ഫിറ്റ് ചെയ്തിട്ട് അത് കത്തിച്ച് കാണിച്ചിട്ട് ഡെലിവറി ബോയ് തിരിച്ചു പോകാൻ അനുവദിക്കാവൂ. നമ്മളായിട്ട് സ്വന്തമായിട്ട് ഒന്നും റിപ്പയർ ചെയ്യരുത്. പിന്നെ കൊണ്ടുവരുമ്പോൾ ആ ഡെലിവറി ബോയ്ക്ക് പ്രത്യേകം ട്രെയിനിങ് അതാത് ഡിസ്ട്രിബ്യൂട്ടർ സൈഡിൽ നിന്നും അതാത് ഓയിൽ കമ്പനീസും കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് മിനിമം കാര്യങ്ങൾ ചെയ്യേണ്ടുന്നതും ആ വീട്ടമ്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നും. അവിടെ വരുമ്പോൾ നമ്മൾക്ക് ഞങ്ങളുടെ ഒരു CD ഫോമിലുണ്ട്, അതിൻ്റെ ഫോട്ടോ എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ ജനലുകൾ തുറന്നിട്ടിട്ട് വേണം നമ്മൾ സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ നമ്മൾ തുറന്ന് അതിനകത്ത് പ്രഷർ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യാൻ. പിന്നെ കാറ്റിൻ്റെ എതിർവശമായിട്ട്, കാറ്റടിക്കുന്നതിന് എതിർവശമായിട്ട് നമ്മൾ സ്റ്റൗ വെക്കരുത്, കാരണം സ്റ്റൗ അണഞ്ഞു പോകും, നമ്മൾ ശ്രദ്ധയിൽപ്പെടത്തില്ല. പിന്നെ പ്രതലം, അതായത് നമ്മൾ സിലിണ്ടർ കൊണ്ട് വയ്ക്കുന്നത് ചിലരൊക്കെ ഉണ്ട്, കിച്ചണൊക്കെ വളരെ ചെറുതാണെങ്കിൽ മോഡേൺ കിച്ചണിലും ഇതെല്ലാം വരും, വളരെ സേഫായിട്ട് ആണെന്നും പറഞ്ഞ് കബോർഡിനുള്ളിൽ വയ്ക്കും. അതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ശരിയല്ല. കാരണം അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ലീക്കേജ് ഉണ്ടായാൽ ആ ലീക്കേജ് അതിൻ്റെ താഴെ, കാരണം LPG എന്ന് പറയുന്ന വസ്തു എയറിനേക്കാളും ഭാരം കൂടുതലാണ്. ഇപ്പം 1.5 to 2 times എയറിനേക്കാളും ഭാരം കൂടുതലായതിൻ്റെ പേരിൽ ലീക്ക് ചെയ്ത് വരുന്ന LPG മുകളിലേക്ക് പോകത്തില്ല, എപ്പോഴും താഴെ മാത്രമേ കെട്ടിക്കിടക്കൂ. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ കബോർഡിനകത്തോ അതേ രീതിയിൽ കുഴിഞ്ഞ ഭാഗങ്ങളിലോ വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയില്ല, അല്പമെങ്കിലും LPG പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ആ LPG അവിടെ തന്നെ ചുറ്റിക്കിടക്കും. എപ്പോഴെങ്കിലും വേപ്പറൈസ് ചെയ്തിട്ട് അപകടം, ഏതെങ്കിലും ഇഗ്നിഷൻ ഉണ്ടാകുമ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഡെമോ കാണിക്കാം. സിലിണ്ടറിൻ്റെ 4 വശവും അതിൻ്റെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അത് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന LPG ഏതെങ്കിലും രീതിയിൽ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകണം, അതിനകത്ത് കിടക്കരുത്. അപ്പം നമ്മളായിട്ടൊന്നും, വീട്ടമ്മയായിട്ടൊന്നും ചെയ്യരുത്. വരുന്ന ഡെലിവറി ബോയിയും കൊണ്ട് ഒരുപക്ഷെ നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്ന സിലിണ്ടർ ആകാം, ആ സിലിണ്ടർ മാറ്റി വെച്ചിട്ട് ഈ കൊണ്ടുവരുന്ന സിലിണ്ടർ ചെക്ക് ചെയ്തു. അതിന് നമ്മൾ പറയുന്ന പ്രീ ഡെലിവറി ചെക്ക് എന്നാണ്. അത് 100% ഉറപ്പ് വരുത്തണമെന്ന് പ്രത്യേക നിർദ്ദേശം എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഓയിൽ കമ്പനീസ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് റിട്ടേണിലും വെർബലിലും പറഞ്ഞിട്ടുണ്ട്. യെസ് മാഡം. ഇതിപ്പോൾ ആരെങ്കിലും ചെയ്യാതിരുന്നാൽ, അതായത് ഡെലിവറി ബോയ്സ് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അവർ കൊണ്ടുവരും, സാധനം അവിടെ വെക്കും, പോവും. അപ്പം നിർബന്ധമായി നമ്മളിത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണോ? തീർച്ചയായും 101% അവർ ചെയ്തിരിക്കണം. അതിനാണ് 100% പ്രീ ഡെലിവറി ചെക്ക് ഉറപ്പ് വരുത്തണം. അത് വരുത്തുന്നു എന്ന് വന്നതിന് ശേഷം മാത്രമേ വീട്ടമ്മ, നമ്മളിപ്പോൾ സിറ്റി ലൈഫിലും ഈ ടൗണിലെ എല്ലാവരും വളരെ മെക്കാനിക്കൽ ലൈഫാണ്. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവരുന്ന ബോത്ത് വർക്കിംഗ് കപ്പിൾസ് ആയിരിക്കും. അവർ വരുമ്പോൾ ഈ സിലിണ്ടർ വരുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്ക് അവിടെ അത് അത്രയും സമയം പോലും വേസ്റ്റ് കൊടുക്കാനുള്ള സമയമില്ല. ഇപ്പോൾ വരുന്ന സിലിണ്ടർ ഡെലിവറി ബോയ് അല്പം സമയം അതിനുവേണ്ടി നമ്മൾ മാറ്റിവെച്ചതിന് ശേഷം തീർച്ചയായും അയാളോട് പറയണം, അകത്ത് കൊണ്ടുവന്നതിന് ശേഷം കത്തി കാണിച്ചതിന് ശേഷം മാത്രം പോകണമെന്ന് പറയണം. നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? തീർച്ചയായും ഗ്യാസ് സ്റ്റൗ നമ്മളുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ഞങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒരു വിങ് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുണ്ട്. എല്ലാ സ്റ്റൗ ആണ് നമുക്ക് പറയാം. ഗ്യാസ് തുറന്നു കഴിഞ്ഞാൽ ഗ്യാസ് വരും, കത്തിച്ച് കഴിഞ്ഞാൽ ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് വരും, നമുക്ക് പാചകം ചെയ്യാം. പക്ഷേ കൺസംഷൻ എങ്ങനെ നമുക്ക് കുറയ്ക്കാം, എങ്ങനെ നമുക്ക് കൺസംഷൻ കൂട്ടാം, ഇത് സ്റ്റൗവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ തന്നെ ഗ്രീൻ ലേബൽ സ്റ്റൗ പ്രത്യേകമായിട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്ത് 25% ഹൈ ഫ്യൂവൽ എഫിഷ്യൻസി
കൂടുതലായി അതിനകത്ത് കിട്ടും. തീർച്ചയായും അതിൻ്റെ ഒരു വലിയൊരു ഘടകമാണ്. ഒരു സാധാരണ നമ്മളൊരു ഗ്യാസ് സ്റ്റൗ മേടിക്കുന്ന ഷോപ്പിൽ പോയിട്ട് ഒരു ഗ്യാസ് സ്റ്റൗ വാങ്ങുമ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞു ഗ്രീൻ ലേബൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതാണ്. അതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ 3 ഇതുള്ള സ്റ്റൗ ഉണ്ട്, 4 ബർണറുള്ള സ്റ്റൗ ഉണ്ട്, പിന്നെ ഗ്ലാസ് ടോപ്പുള്ള സ്റ്റൗ ഉണ്ട്, മെറ്റാലിക് ഇതുള്ള സ്റ്റൗ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം? ഇത് സ്റ്റൗവിന് എത്ര ബർണർ ഉണ്ട് എന്നുള്ളതല്ല അതിൻ്റെ ഒരു മാനദണ്ഡം. സിംഗിൾ ബർണർ ആകാം, ഡബിൾ ബർണർ ആകാം, 3 ബർണർ ആകാം. അതൊക്കെ അവരവരുടെ ഇതായിട്ട് നമ്മൾ മോഡേൺ കിച്ചണിലൊക്കെ നമ്മളിപ്പോൾ 4-5 ബർണറുള്ള ഇതാണ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. പക്ഷേ സ്റ്റൗ സെലക്ട് ചെയ്യുന്ന ഓർഡിനറി കടയിൽ നിന്നും നമ്മൾ വാങ്ങുന്നതിൽ നല്ലത് അതായത് ഡിസ്ട്രിബ്യൂട്ടറുടെ സൈഡിൽ നിന്ന് തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ ആണെങ്കിൽ ഇന്ത്യൻ ഓയിലിൽ തന്നെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രീൻ ലേബലായിട്ടുള്ള ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കൂടുതൽ ദിവസം ഒരു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാൻ പറ്റും. ഗ്യാസ് സ്റ്റൗ നമ്മൾ പല രീതിയിൽ കത്തിക്കാറുണ്ട്. അതായത് തീപ്പെട്ടി ഉപയോഗിച്ച് കത്തിക്കാറുണ്ട്. ചിലരുണ്ട് അടുത്ത് എന്തെങ്കിലും ഒരു സാധനം കത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് ഇതുമേ കത്തിക്കാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മോഡേൺ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇതിങ്ങനെ കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? തീർച്ചയായും ഇതൊരു ഗ്യാസ് ഇത് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കൺസംഷൻ നമ്മൾ വളരെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഇപ്പം നമ്മൾ വീട്ടിലുള്ള ലൈറ്റ് നമ്മൾ വലിയ ആവശ്യമില്ലാത്തപ്പോഴും ഉള്ളപ്പോഴും എല്ലാം ഓൺ ചെയ്തിട്ടിട്ട് പോകുന്നുണ്ട്. എത്രമാത്രം നമ്മളത് സൂക്ഷ്മതയോടെ എത്രമാത്രം അത് കൺസംഷൻ നമുക്ക് കുറയ്ക്കാം അത്രമാത്രം നമ്മൾക്കത് എക്കണോമിക്കലി ബെനിഫിറ്റ് ആവും. അതേ രീതിയിൽ തന്നെ LPGയും അതേ രീതിയിൽ തന്നെയാണ്. ആ കത്തിക്കുന്ന സ്റ്റൗ ഹോട്ട് പ്ലേറ്റിൻ്റെ 2 ബർണറുണ്ട്, നോബുണ്ട്. നോബ് തുറന്നതിന് ശേഷം തീപ്പെട്ടി കത്തിച്ച് പിടിച്ചതിന് ശേഷം മാത്രം നോബ് ഓപ്പൺ ചെയ്യുക. കാരണം ആദ്യത്തെ ഇത് വരുന്ന ഇതുണ്ട് വേപ്പറൈസ് ചെയ്ത് വരുന്ന ഗ്യാസിൽ തന്നെ തീ കത്തും. അപ്പോൾ ഒട്ടും നമുക്ക് നഷ്ടമാവത്തില്ല. പിന്നെ ഡേഞ്ചർ ഒന്നും വരില്ല, ലീക്കേജ് ആയിട്ട് പുറത്തു പോകത്തില്ല, അത് മറ്റു രീതിയിലുള്ള പ്രോബ്ലം വരത്തില്ല. അതല്ലാതെ ഈ തീ കത്തിച്ചുകൊണ്ട് വരുന്ന പ്രവണത അത്തരം കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കണം. ഇപ്പോൾ നമുക്ക് വളരെയധികം ഇതുണ്ട്. സാധാരണയായ ലൈറ്റർ, സാധാരണ ലൈറ്റർ കൊണ്ട് ഇപ്പം മോഡേൺ ആയിട്ടുള്ള ഇതുണ്ട്. അതുപോലെ ഗ്യാസിന്റെ ട്യൂബ്, അതായത് ഗ്യാസ് സ്റ്റൗവിനെയും നമ്മുടെ സിലിണ്ടറിനെയും കണക്ട് ചെയ്യുന്ന ട്യൂബ്, ഇതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? സാധാരണയായി നമ്മൾ നേരത്തെ ഒരു പച്ച ട്യൂബായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഓർഡിനറി ട്യൂബ്. അപ്പം അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ ലൈഫ് കുറവാണ്. പല രീതിയിലും എലി കരണ്ടാം, പിന്നെ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ക്രാക്ക് ആകും. അങ്ങനെയുള്ള സ്റ്റൗ അതും ഇതേ രീതിയിൽ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വളരെയധികം ഓയിൽ കമ്പനീസ് റിസർച്ച് നടത്തിയതിന് ശേഷം സുരക്ഷാ ട്യൂബ് വളരെ ഡ്യൂറബിളാണ്, ലൈഫ് വളരെ ഇതാണ്, ഒരു രീതിയിൽ അത് ക്രാക്ക് ആകില്ല, അത് മാത്രമേ ഉപയോഗിക്കാവൂ. അത് 2 വർഷം കൂടി ഇരിക്കുമ്പോൾ once in 2 years അത് ചേഞ്ച് ചെയ്യുകയും വേണം. 2 വർഷമാണ് ഇതിന്റെ കാലാവധി? 2 വർഷം അല്ല, കാലാവധി ഒരു 3 വർഷം 5 വർഷം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ എല്ലാം once in 2 years അത് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗ്യാസിന്റെ കുക്കിംഗ് സിലിണ്ടറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ട്യൂബിനെ കുറിച്ച് സംസാരിച്ചു, സ്റ്റൗവിനെ കുറിച്ച് സംസാരിച്ചു. ഇനി ഈ സാധനം ഒരു അടുക്കളയിൽ ഇരിക്കുകയാണെന്നിരിക്കട്ടെ, അതേ അടുക്കളയിൽ നമ്മൾ വയ്ക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ടോ? തീർച്ചയായും. അതായത് നമ്മളിപ്പോൾ കാണുന്ന മോഡേൺ കിച്ചണിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ പഴയ അടുക്കളയിൽ, പഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂവൽ അതായത് വുഡിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ റിമോട്ട് ഏരിയകളിലൊന്നും ഗ്യാസ് ഒക്കെ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു പേടിയായിരുന്നു. അതെല്ലാം മാറിയതിന് ശേഷം ഇപ്പോൾ വരുന്ന പുതിയ അടുക്കളകളിൽ സാധാരണ ചിമ്മിനിയുള്ള വീടുകളില്ലാതെ വന്നിരിക്കുകയാണ്. കാരണം പ്യുവർലി LPG അല്ലെങ്കിൽ സിലിണ്ടറിനെ മാത്രം ജീവിക്കുന്ന ഒരു സാഹചര്യമായിട്ട് വന്നിരിക്കുക. തീർച്ചയായും LPG കണക്ഷൻ അതായത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് സാധാരണ വുഡ് ഫ്യൂവൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള യാതൊരു രീതിയിലും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ മറ്റു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എസ്പെഷ്യലി മിക്സർ ലൈക്ക് TV പല അപകടങ്ങളുണ്ടായ വീടുകളിൽ ചെന്ന് പ്രെമിസസിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ കൂടുതലും ഉണ്ടായിരിക്കുന്നത് ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ തൊട്ടടുത്ത്, റെഫ്രിജറേറ്റർ ഭിത്തിയോട് തൊട്ടടുത്ത് വെച്ചിരിക്കുന്നു, അതിൻ്റെ തൊട്ടടുത്തായിരിക്കും ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇൻസ്റ്റലേഷൻ നടന്നിരിക്കുന്നത്. ഇപ്പോൾ റെഫ്രിജറേറ്ററൊക്കെ നേരത്തെ ഉള്ളതായിരിക്കും, നമ്മൾക്ക് എല്ലാവരെയും കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല, എല്ലാം മോഡേൺ ആയിട്ടുള്ളതോ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയിലുള്ളതോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആവുന്നു അങ്ങനെയൊന്നും ആകുന്നുണ്ട്. കാരണം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മൾ വളരെയധികം ജീവിക്കുകയാണ്. പവർ വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാകും. ഈ വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാകുമ്പോൾ റെഫ്രിജറേറ്ററിൽ നിന്നുണ്ടാകുന്ന അതിൽ നിന്ന് തന്നെ തീപിടിച്ച പല LPG ആക്സിഡൻറ്റുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദയവായി ഒരു വീട്ടമ്മയോടോ ഒരു ഉപഭോക്താവിനോടോ പറയാനുള്ള കാര്യം,
മറ്റ് ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് ഒന്നും കിച്ചണിനകത്ത് അത് നമ്മളത് പറഞ്ഞാൽ തന്നെയും പ്രൊവിഷൻസ് എല്ലാം ഇപ്പോഴും കൊടുക്കുന്ന ഫ്ലാറ്റുകളിലെല്ലാം കൊടുക്കുകയാണ്. പക്ഷെ കഴിയുന്നതും ദൂരത്തിൽ ഇലക്ട്രോണിക്സിന് തൊട്ടടുത്ത് എന്തായാലും വെക്കാൻ പാടില്ല. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. കാരണം സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മോഡേൺ കിച്ചൺ ആകുമ്പോൾ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ റെഫ്രിജറേറ്ററിന്റെ പോയിന്റും മിക്സറിന്റെ പോയിന്റും ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതെല്ലാം കൂടി ഒരു ചെറിയ സ്പേസിനുള്ളിലായിരിക്കും. തീർച്ചയായും. അതാണ് ഞാൻ പറയുന്ന കബോർഡ്. ഞാൻ കണ്ടിട്ടുണ്ട് റെറ്റിക്കുലേറ്റഡ് സിസ്റ്റം. ഈ ഫ്ലാറ്റുകളിൽ റെറ്റിക്കുലേറ്റഡ് സിസ്റ്റം വന്നിട്ടുണ്ട്. അപ്പം അത് വളരെ ഇതാണ്. അവിടെ ചെന്ന് തന്നെ നോക്കിയപ്പോൾ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഈ പല എക്യുപ്മെൻറ്റ്സും പല ഭാഗങ്ങളിലായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. ഷട്ട് ഓഫ് വാൾവും അത് ഏരിയയും അതെല്ലാം ചില ആൾക്കാർ അവരുടെ ആ ഭംഗിക്ക് വേണ്ടിയിട്ട് അസ്തെറ്റിക് വ്യൂ അതിന് വേണ്ടിയിട്ട് അവരെല്ലാം ആ കബോർഡിനകത്ത് തന്നെ കയറ്റി വയ്ക്കിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും നമ്മൾ ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും LPG നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു, വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. LPG നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രയും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. തീർച്ചയായും LPG സ്വന്തമായിട്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുന്ന വിധം മിനിമം കാര്യങ്ങൾ ഒരു വീട്ടമ്മയോ ഒരു ഉപഭോക്താവോ അറിഞ്ഞിരിക്കണം. മിനിമം ടിപ്സ് ഡൂസ് ആൻഡ് ഡോൺസ് അവരറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് പ്രഷർ റെഗുലേറ്ററിൻ്റെ നോബ് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ കിടക്കാൻ പോകൂ. ഏത് വീട്ടമ്മയായാലും എത്ര ബിസി ആയാലും ശരിയാ, ഒരിക്കൽ കൂടി അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ പോകൂ. തെറ്റായ ഒരു ധാരണ എല്ലാ ഉപഭോക്താക്കൾക്കും വീട്ടമ്മമാർക്കും ഉണ്ട്. നമ്മൾ റെഗുലേറ്റർ എപ്പോഴും ഓഫാക്കുമ്പോൾ അതിൽ നിന്നും സിലിണ്ടർ അല്ലാതെ LPG നമുക്ക് നഷ്ടമാകുന്നു. അത് തെറ്റായ ഒരു പ്രവണതയാണ്. എപ്പോഴും നമ്മൾ ഹോട്ട് പ്ലേറ്റിൻ്റെ നോബും റെഗുലേറ്ററിൻ്റെ നോബും ഓഫ് ചെയ്തിരിക്കണം. ലീക്ക് ഉണ്ട് എന്ന് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എടുക്കേണ്ട നടപടികൾ എന്തൊക്കെ? ലീക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ LPG എന്ന് പറയുന്നത് വളരെ ഓർഡർലെസ് ആണ്. അതിന് മണവും രുചിയും നിറവും ഒന്നുമില്ലാത്തതാണ് LPG ഗ്യാഷ്യസ്. പക്ഷേ അതിനകത്ത് നമ്മളൊരു സാധനം ചേർത്തിട്ടുണ്ട്, ഞങ്ങളൊരു അഡിറ്റീവ് ചേർത്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അതിന് മണവും രുചിയും നിറവും ഒന്നുമില്ലാഞ്ഞതിൻ്റെ പേരിൽ അത് ലീക്ക് ഉണ്ടായാൽ നമ്മൾ അറിയണം. നമ്മളൊരു റൂമിലേക്ക് ചെന്ന് കയറുകയാണ്, ലീക്ക് ഉണ്ടെന്ന് അറിയേണ്ടത് കഴിക്കും. നമ്മളെ വിളിച്ചുണർത്തി നമ്മളോട് ഇൻറ്റിമേഷൻ തരികയാണ്. അതിനകത്തൊരു അഡിറ്റീവ് മെർക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു അഡിറ്റീവ് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ലാണ് നമ്മൾ, അല്ലാതെ LPGയുടെ സ്മെല്ലല്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കയറിയാൽ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒന്നും ഓഫ് ഒന്നും ചെയ്യാൻ പാടില്ല. ലൈറ്റ് ഓഫാണെങ്കിൽ ഓഫായി കിടക്കണം, ഓണാണെങ്കിൽ ഓണായിരിക്കണം, മറ്റൊന്നും ചെയ്യാൻ പാടില്ല. ഉപഭോക്താക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരിക്കൽ കൂടി പറയുന്ന കാര്യങ്ങൾ, LPG ലീക്ക് ഉണ്ടെന്ന് നമ്മളുടെ മെർക്യാപ്റ്റൻ സുഹൃത്ത് നമ്മളോട് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഐറ്റംസിൽ തൊടാനേ പാടില്ല. ജനലുകളും ഡോറുകളും തുറന്നിടുക. അല്പം കഴിയുമ്പോൾ ഇത് തനിയെ പുറത്തു പോയതിനു ശേഷം മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഒരു LPG ഇൻസ്റ്റലേഷനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണ്. ഒരു LPG ഇൻസ്റ്റലേഷനിലെ 4 ഘടകങ്ങൾ അത്യാവശ്യമാണ്, വളരെ എസെൻഷ്യലായിട്ട് വേണ്ടതാണ്. പ്രധാനമായിട്ടും LPG സിലിണ്ടർ, LPG സ്റ്റൗ, ഹോട്ട്ലൈറ്റ് എന്ന് പറയും, പ്രഷർ റെഗുലേറ്റർ, അതുപോലെ തന്നെ അതിനെ ഘടിപ്പിക്കാനായിട്ട് ഒരു ട്യൂബ്, സുരക്ഷാ ട്യൂബ്. ഈ 4 ഘടകങ്ങളും കൂടി ഒത്തൊരുമിച്ചെങ്കിൽ മാത്രമേ ഇൻസ്റ്റലേഷൻ ആകൂ. സാധാരണയായി ഒരു ഉപഭോക്താവ് സ്വന്തമായി ഇതിനകത്ത് റിപ്പയറിങ്ങോ മറ്റൊന്നോ ചെയ്യാൻ പാടില്ല. അതാത് ഡിസ്ട്രിബ്യൂട്ടറിന്റെ മെക്കാനിക്കോ അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ പറയുന്നു, അയാൾ ഉത്തരവാദിത്വപ്പെട്ട ആളിനെ വിടുന്നു, അദ്ദേഹം മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും റിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. ഒരു സിലിണ്ടർ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യ ഇൻസ്റ്റലേഷൻ മെക്കാനിക് വന്നതിന് ശേഷം നമ്മളെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപഭോക്താവിനോട് പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. സാധാരണ ഇതൊരു സിലിണ്ടർ ഫുൾ സിലിണ്ടറാണ്. ഇതിനകത്തുള്ള പദാർത്ഥം എന്ന് പറയുന്നത് 14.2 kg പദാർത്ഥം LPG ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലിക്വിഡ് ഫോമിലാണ്. ഇത് പുറത്തു വരുന്ന പദാർത്ഥങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇത് വേപ്പറൈസ് ചെയ്തിട്ട് ഗ്യാഷ്യസ് ഫോമിൽ വരുന്നത്. സാധാരണയായി നമ്മൾ ഉപഭോക്താവിന് പറ്റുന്നത് ഇത് എങ്ങനെ തുറക്കണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇത് കണ്ടിട്ട് ഒരു നൈലോൺ സ്ട്രിപ്പ് ഉണ്ട്, ഇതിൻ്റെ പുറത്തുള്ള ഒരു സേഫ്റ്റി ക്യാപ്പാണ്. ഇത് പ്രസ് ചെയ്തിട്ട് നിസ്സാരമായി എടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ തല്ലി പൊട്ടിച്ചാലും ഇത് പൊട്ടത്തില്ല. അപ്പോൾ ഇത് വളരെയധികം സുരക്ഷയാണ്. എത്ര പ്രഷർ വന്നാലും താങ്ങാനുള്ള ഒരു സാന്ദ്രത ഉള്ള ഒരു സേഫ്റ്റി ക്യാപ്പാണിത്. ഇത് തുറന്നു കഴിഞ്ഞു പിന്നെ ഇത് വരികയാണ്. സാറിന് റീപ്ലേസ് ചെയ്യുന്ന സമയം മാത്രമേ ഉപഭോക്താവിന് ഇത്തരം കാര്യങ്ങൾ ആവശ്യമായി വരാറുള്ളൂ. പിന്നീട് പ്രഷർ റെഗുലേറ്റർ.
പ്രഷർ റെഗുലേറ്ററിൻ്റെ ട്യൂബ് ഇളക്കിയിടുന്ന സമയത്ത് പ്രഷർ റെഗുലേറ്റർ ഇതിൽ ഘടിപ്പിക്കരുത്. ട്യൂബ് എടുത്തിട്ട് ഫിറ്റ് ചെയ്യുന്നത് അതിൻ്റെ നോബിലേക്ക് പ്രസ് ചെയ്തിട്ട് മാത്രം. അത് സാധാരണയായി ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ മെക്കാനിക്കാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ പ്രസ് ചെയ്ത് അതിനകത്താക്കിയതിന് ശേഷം അതിൻ്റെ ഒരെൻഡ് ഹോട്ട് പ്ലേറ്റിൻ്റെ നോബിലേക്ക് ഘടിപ്പിക്കുക. പ്രത്യേകമായി ഉറപ്പുവരുത്തണം അതിൻ്റെ ബോത്ത് എൻഡ്സ് ശരിയായ രീതിയിൽ അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന്. പിന്നെ അതിനുശേഷം റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്നതിന് ഇതിൻ്റെ നോബ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് റോൾ ചെയ്ത് ഇത് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം പ്രഷർ റെഗുലേറ്റർ ഇതേ രീതിയിൽ പിടിച്ചിട്ട് ഈ കറുത്ത റബ്ബർ പ്രസ് ചെയ്തിട്ട് രണ്ട് കൈ കൊണ്ട് ഇതേ രീതിയിൽ പ്രസ് ചെയ്തതിന് ശേഷം ഇത് ബലമായി ഇതിലേക്ക് ഘടിപ്പിക്കുക. ഇതാണ് പ്രഷർ റെഗുലേറ്റർ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഇത്. അപ്പോൾ ഇത് പ്രോപ്പർ ഒരു ഇൻസ്റ്റലേഷൻ ആയി കഴിഞ്ഞു. ഇതിനകത്ത് LPG ഉണ്ട്, സ്റ്റൗ ആയി കഴിഞ്ഞു, പ്രഷർ റെഗുലേറ്റർ ആയി കഴിഞ്ഞു, സുരക്ഷ ട്യൂബ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് കത്തിക്കേണ്ടതുണ്ട്. കത്തിക്കേണ്ടത് ഇത് ഓൺ ആക്കിയതിന് ശേഷം ഇത് ഈ നോബ് മുകളിലേക്ക് ആക്കിയതിന് ശേഷം ജസ്റ്റ് തീപ്പെട്ടി ഉരച്ച്, തീപ്പെട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീപ്പെട്ടി ഉരച്ച് കയ്യിൽ പിടിച്ചതിന് ശേഷം മാത്രം ഹോട്ട് പ്ലേറ്റിന്റെ നോബ്, അതായത് ഇതിന്റെ സ്വിച്ചിന്റെ നോബ് ഓൺ ചെയ്തതിന് ശേഷം മാത്രം കാണിക്കുക. അതല്ല എങ്കിൽ ഇപ്പം നവീന രീതിയിൽ ഇപ്പം തീപ്പെട്ടി മാച്ച് സ്റ്റിക്കിനേക്കാളും ഒക്കെ വളരെ ഉപകരിക്കുന്ന ഒരിതാണ്, ഇതൊരു ലൈറ്ററാണ്. ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾക്ക് ഇത് നോബ് ഓൺ ചെയ്തിട്ട് ഇതേ രീതിയിൽ കത്തിക്കാം, ഇമ്മീഡിയറ്റ്ലി ഓഫ് ചെയ്യാം. ഇത് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് അതർവൈസ് മറ്റുള്ള അടുപ്പിൽ നിന്നോ മറ്റ് തീയോ എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അല്പം ലീക്കേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ അപകടത്തിന് സാധ്യതയുണ്ട്. മെയിൻലി ഇൻസ്റ്റലേഷൻ പാർട്ട് ഇതാണ്. പിന്നീട് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രഷർ റെഗുലേറ്റർ സാധാരണയായി എല്ലാ വീട്ടമ്മമാരും അല്ലെങ്കിൽ ഉപഭോക്താക്കളും പറയുന്ന ഒരു ഇതാണ്, ഗ്യാസ് ലീക്കാകുന്നു എന്ന്. സിലിണ്ടർ കൊണ്ടുവരുന്ന വരുമ്പോൾ ഡെലിവറി ബോയ്സ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പ്രീ ഡെലിവറി ചെക്ക് 100% ചെയ്യുക എന്ന് പറഞ്ഞാൽ വന്നതിന് ശേഷം സേഫ്റ്റി ക്യാപ്പ് ഓപ്പൺ ചെയ്യണം. അതിനകത്ത് ഇത് പറയുന്നത് ഓറിംഗ് എന്നാണ് ഇത് പറയുന്നത്. ഇതൊരു വാഷറാണ്. ഇത് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇല്ല എങ്കിൽ അതിനകത്ത് റീപ്ലേസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ലീക്ക് ഉണ്ടെങ്കിൽ ലീക്ക് ഡിറ്റക്ടർ വെച്ചതിന് ശേഷം ലീക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. എന്നതിന് ശേഷം മാത്രമേ PR അതിനകത്ത് എത്തിക്കാവൂ. ഇതില്ല എങ്കിൽ നമ്മൾ പ്രഷർ റെഗുലേറ്റർ ഘടിപ്പിക്കുന്ന സമയം ഇതിനകത്ത് നിന്ന് വേപ്പർ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ ഓറിംഗ് അതിനകത്തുള്ളതായി ഉറപ്പുവരും. ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിലെ സിലിണ്ടർ ഇൻസ്റ്റലേഷനും മറ്റുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒരു വീട്ടമ്മ, ഒരു ഉപഭോക്താവ് ഒരു അടുക്കളയിൽ മിനിമം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഏതെങ്കിലും രീതിയിൽ തീപ്പൊരി വീഴുകയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോഴും വളരെ ബിസിയസ്റ്റ് മാർക്കറ്റിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ നമ്മൾ വർക്കിംഗ് കപ്പിൾസ് പോകുന്നതിൻ്റെ പേരിൽ പല പ്രാവശ്യം സാരിയുടെ തുമ്പോ മറ്റ് ചുരിദാറിൻ്റെ തുമ്പോ അതെല്ലാം സ്റ്റവിൽ അടുപ്പിച്ച് വയ്ക്കുകയും ചിലപ്പോൾ തീ കത്താനൊക്കെ സാധ്യതകളുണ്ട്. തീർച്ചയായും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കോട്ടൺ വസ്ത്രങ്ങളാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും അത് സാധ്യമാകില്ല. അപ്പം അതിനായിട്ട് നമ്മൾ നൈലോൺ തുണികളോ സിന്തറ്റിക് തുണികളോ ഏതെങ്കിലും ആണെങ്കിൽ ഈ കുട്ടി ഇപ്പം ധരിച്ചിരിക്കുന്ന ഇതേ രീതിയിൽ ഇതിൻ്റെ പേരാണ് ആപ്രോ. ഇത് പ്രത്യേകമായി ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് കഴിയുന്നതും ഇതേ രീതിയിൽ കുട്ടി വിയർ ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെ വിയർ ചെയ്താൽ ഒരു പരിധി വരെ അതിനറിയാം ചെസ്റ്റ് ഭാഗങ്ങളായാലും മറ്റേ കവർ ചെയ്തിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള തീ ഏതെങ്കിലും രീതിയിൽ ഇതിനകത്ത് പിടിക്കുകയാണെങ്കിൽ പടർന്നു പിടിക്കാതിരിക്കാൻ സാധ്യതകളുണ്ട്. അപ്പം അതിൻ്റെ മെറ്റീരിയൽ, ആ മെറ്റീരിയൽ ഞാനൊരു ഡെമോ കാണിക്കാം. ഈ തുണി തന്നെയാണ്, ഇത് വേറെ കളറാണെന്നേ ഉള്ളൂ. പച്ചയാണ് ആ കുട്ടി ധരിച്ചിരിക്കുന്നത്. ഇത് റോസാണ്. ഇപ്പം ഞാൻ തീ എത്തിച്ചാൽ തന്നെയും തീ പടർന്നു പിടിക്കില്ല.
അവിടെ തന്നെ സാധാരണ നമ്മൾ നൈലോൺ തുണിയിലോ സിന്തറ്റിക് തുണിയിലോ ഇതായി കഴിഞ്ഞാൽ ദേഹം മൊത്തം പ്രത്യേകമായിട്ട് എത്തിപ്പിടിക്കാറുണ്ട്. അതേ രീതിയിൽ ഇതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ ആ വെള്ളം അതിനകത്ത് സ്വല്പം ഒഴുക്കിപ്പം ഞാൻ കാണിക്കും. സ്വല്പം തുണി ഈ തുണി ഇങ്ങനെ വേണം. ഇതിനകത്ത് ഞാൻ നമ്മൾ കാണുന്നത് മാതിരി ഇത് തീ പിടിക്കാത്ത രീതിയിൽ തന്നെ ഇത് വെള്ളം അബ്സോർബ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു തുണിയാണ്. അപ്പോൾ അതിൽ സ്വല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. ആ വെള്ളം ആ തുണിയിൽ പിടിക്കത്തില്ല. സ്വല്പം വെള്ളം ഒന്ന് ഒഴിക്കുള്ളൂ, കുറച്ച് മതി. അതിന്റെ കുമിളുകൾ അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ, വെള്ളം അതിനകത്ത് പിടിക്കത്തില്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു വീട്ടമ്മമാർ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഏർലി മോർണിംഗ് ആയാലും അല്പം നേരം ഒന്ന് ബിയർ ചെയ്തിട്ട് ചെയ്താൽ ഒരു പരിധി വരെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് സേഫ്റ്റി ആസ്പെക്ട്സിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ കിട്ടും. പിന്നീട് സാധാരണ ഓർഡിനറി ലൈറ്റർ ആൻഡ് ഇത് തന്നെ ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു ലൈറ്ററാണ്. സാധാരണ ലൈറ്റർ നമ്മൾ പല പ്രാവശ്യം ഇതിനകത്ത് ടിക്കറ്റ് അടിക്കുകയും അതിൽ നിന്ന് എത്രയോ പല പല മടങ്ങുകൾ ഉത്തമമായ രീതിയിൽ അല്പം പോലും ഗ്യാസ് ലീക്കേജ് ആയിട്ട് പുറത്തു പോകാത്ത രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ പ്രത്യേകപരമായി ഡിസൈൻ ചെയ്ത ക്ലിപ്പറിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. വലിയ വിലയുമില്ല, വളരെ ഉപയോഗപ്രദമാണ്. ഇത് നമുക്ക് റീഫിൽ ചെയ്യുകയും ചെയ്യാം ഇതിനകത്ത്. അപ്പം ഇത്തരം ഐറ്റംസ് എല്ലാം സേഫ്റ്റി ആസ്പെക്ട്സിന് വേണ്ടി പുറത്ത് ഓയിൽ കമ്പനികളിൽ ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം വീട്ടമ്മമാർ ഉപയോഗിക്കാൻ ശ്രമിക്കും. ജോലിക്കായി ഞാൻ കുറെ നാള് നടന്നു, ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ഇന്റർവ്യൂവിനെത്തുമ്പോ എന്റെ എല്ലാ ധൈര്യവും പോവും. റീച്ചാണ് എനിക്ക് അവസരങ്ങളുടെ വാതിൽ തുറന്നു തന്നത്. എന്റെ കോൺഫിഡൻസ് ലെവൽ കൂടി, സ്കിൽസ് ഇംപ്രൂവ് ചെയ്തു, എന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ചേഞ്ച് ആയി. പിന്നെ I became fluent in English too. Now I've stepped into a new world, a world of opportunities. Reach, കരിയറിൽ മുന്നേറുവാൻ വനിതകളെ പ്രാപ്തരാക്കുന്ന പ്രൊഫഷണൽ ഫിനിഷിംഗ് സ്കൂൾ, an initiative of Kerala State Women's Development Corporation. Reach, എത്തൂ സ്വപ്നങ്ങൾക്കും അപ്പുറം.